വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ചെറുവണ്ണൂർ പഞ്ചായത്തിലെ എടക്കുനിത്താഴ വേനൽ ചൂടിൽ വാഴകൾ ഉണങ്ങി നശിച്ചു. നനയ്ക്കാൻ പോലും വെള്ളം കിട്ടാത്തതാണ് കാരണം. ഇത് പേരാമ്പ്രയ്ക്ക് സമീപത്തെ ചെറുവണ്ണൂർ പഞ്ചായത്തിലെ 5-ാം വാർഡ് എടക്കുനിത്താഴ വയൽ പ്രദേശം. നാട് ഇതുവരെ അനുഭവിക്കാത്ത കൊടും ചൂടിൽ ജലാശയങ്ങളൊന്നാകെ വറ്റിവരണ്ടതോടെ കാർഷിക വിളകളും കത്തിക്കരിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ്. ആവള കുട്ടോത്ത് എടക്കുനിത്താഴ ആയിരക്കണക്കിന് നേന്ത്രവാഴകളും പയർവർഗ്ഗങ്ങളും കവുങ്ങുതെങ്ങ് പച്ചക്കറികൾ എന്നിവയും കരിഞ്ഞുണങ്ങിയ കാഴ്ച ഏതൊരു കർഷകൻ്റെയും നെഞ്ചെടുപ്പുയർത്തും. കുലച്ചതും കുലയ്ക്കാറായതുമായ 5000-ത്തോളം വാഴകളാണ് ചൂടിൽ കരിഞ്ഞുണങ്ങിയത്. ഇങ്ങനെ ഒരു വരൾച്ച അനുഭവപ്പെട്ടതായി ഓർമ്മയിലില്ലെന്ന് കർഷകർ പറഞ്ഞു. വാങ്ങി 100-150 വാഴ ഉണ്ടാക്കി, ഒരൊറ്റ ഒന്നുമില്ലാണ്ടെല്ലാം നശിച്ചുപോയി. എന്തെന്ന് ലോൺ എടുത്തും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളോട് വായ്പ വാങ്ങിയെല്ലാം കൂടി ഉണ്ടാക്കിയതാണ്. ഈ ഓടിക്ക് കൊടുക്കാനുള്ള യാതൊരു വഴിയും ഇല്ല, തീർത്തും നശിച്ചുപോയി. ചെറുവണ്ണൂർ പഞ്ചായത്തിലെ ആവള കുട്ടോത്ത് 5-ാം വാർഡ് പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എടക്കുനിത്താഴ എന്നാണ് ഈ പ്രത്യേക സ്ഥലത്തിൻ്റെ പ്രത്യേക പേര്. ഈ ഭാഗത്ത് ഈ വരൾച്ച മൂലം അനുഭവിക്കുന്ന കർഷകരുടെ വലിയ ദുരന്തത്തിലാണ് ഇപ്പോഴുള്ളത്. കാരണം പ്രയാസപ്പെട്ട് വാഴക്കൃഷിയൊക്കെ ചെയ്ത് അതിജീവിച്ച് പോകാം എന്ന് കരുതുന്ന പല കർഷകരും അല്ലെ തൊഴിലാളികളും ഇപ്പോൾ നനയ്ക്കാൻ വെള്ളമില്ലാതെ വാഴകൾ കുത്തിയൊടിഞ്ഞ് പോകുന്ന ഒരവസ്ഥ. ആ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി 45 വർഷം മുമ്പ് ഈ പ്രദേശത്തേക്ക് കനാലിൽ വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വരെ വെള്ളം ശാശ്വതമായി ഈ പ്രദേശത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവിടെ ഈ പ്രദേശത്തെ കിണറുകളിൽ വെള്ളം വറ്റി തുടങ്ങി. ഇനി പഞ്ചായത്തിനെ ആശ്രയിച്ചുകൊണ്ട് വെള്ളം കുടിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്രയും വളരെ ശോചനീയമായ അവസ്ഥ. ഈ പ്രദേശം ആരും ശ്രദ്ധിക്കാതെ ഒറ്റപ്പെടുത്തി കളയുന്ന ഒരവസ്ഥ ഇപ്പോൾ ഞങ്ങൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. കാരണം കനാൽ വരുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഇപ്പോഴും പെട്ടെന്ന് പറയുന്ന ഇറിഗേഷൻ വകുപ്പ് പോലും കുടിവെള്ളത്തിനാണെങ്കിലും പോലും പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് തരിക എന്നുള്ള ഒരവസ്ഥ ഇന്നില്ലാത്തത് കൊണ്ട് വളരെ വേദനയോടുകൂടി ഇവിടെ കുഞ്ഞിക്കണ്ണേട്ടൻ്റെ വാഴയായാലും അല്ലെങ്കിൽ രജീഷിൻ്റെതായാലും ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും വാഴ ഇപ്പം വളരെ മുകളിലിങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ടെങ്കിലും അതങ്ങ് തൂങ്ങിപ്പോയി. ഈ വാഴ തടി ഉണങ്ങിപ്പോയിട്ട് നീര് വലിഞ്ഞു പോയിട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ പരിഹരിക്കുന്നതിനാവശ്യമായി സർക്കാരിൻ്റെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ കനാലിൽ വെള്ളം ഇവിടെ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം ഭാഗമായിട്ട് ഉണ്ടാവണമെന്നും മാത്രം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കനാൽ ജലമെത്താത്തതും കൃഷിയെ ബാധിച്ചു. കടം വാങ്ങിയും ബാങ്ക് ലോൺ എടുത്തും വാഴ കൃഷി ഇറക്കിയ കുഞ്ഞിക്കണ്ണൻ്റെ മുഴുവൻ വാഴയും ഉണങ്ങിയൊടിഞ്ഞു തൂങ്ങിയതായി കർഷകൻ പറഞ്ഞു. മുൻപ് ലഭിച്ചിരുന്ന ഇറിഗേഷന് വെള്ളം ഇവിടെ എത്താറുണ്ടായിരുന്നുവെന്നും അത് മുടങ്ങിയതാണ് കാരണമെന്നും കർഷകനും BJP ജില്ലാ കമ്മിറ്റി മെമ്പറുമായ KK രജീഷ് പറഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട ചെറുവണ്ണൂരിലെ 5-ാം വാർഡിലെ നമ്മുടെ എടക്കുനിത്താഴ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നിരവധിയായ കർഷകരുടെ ഏകദേശം 25ഓളം വരുന്ന കർഷകരുടെ 5000-ത്തോളം വരുന്ന നേന്ത്രവാഴകളും കവുങ്ങ്, തെങ്ങ്, പച്ചക്കറികൾ, അതോടൊപ്പം തന്നെ മരച്ചീനി എന്നിവ ഇവിടെ ഈ കനത്ത വെയിൽ കൊണ്ട് നശിച്ച് പോയ സംഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സംഭവത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരും ജനപ്രതിനിധികളുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കനത്ത ചൂടിൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് തന്നെ ഈ പ്രദേശത്തെ കിണറുകളും അതോടൊപ്പം തന്നെ മുഴുവൻ സാധാരണഗതിയിൽ ആളുകൾ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കുളങ്ങളും തോടുകളും മുഴുവൻ വറ്റി വരളുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടാറുള്ളത്, കാർഷിക മേഖല രക്ഷപ്പെടാറുള്ളത് നമ്മളെ കനാൽ ജലത്തിൻ്റെ ലഭ്യത മൂലമാണ്. സാധാരണഗതിയിൽ ഈ പ്രദേശത്ത് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവാവുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഈ പ്രദേശത്തേക്ക് കനാലും വരാത്ത സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. നമ്മളെ വാലിക്കോട് ഭാഗത്തു നിന്നുള്ള കനാൽ, അതായത് ചേനായ് ഭാഗത്തേക്ക് പോകുന്ന കനാൽ ഈ എരവട്ടൂരിൻ്റെയും കുട്ടോത്തിൻ്റെയും നടുക്ക് വരുന്ന മണന്തല എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് ഞാനീ സൂചിപ്പിക്കുന്ന നമ്മളെ ഈ എടക്കുനിത്താഴ പാടശേഖരത്തിൻ്റെ പരിധിയിലും ഈ പരിധിയിലേക്ക് വരുന്ന സ്ഥലത്തേക്ക് കനാൽ ജലം വരുന്ന സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി ഇല്ല. അങ്ങനെയാണ് ഈ മേഖലയിലെ കൃഷികൾ മുഴുവൻ നശിച്ചു പോകുന്ന സാഹചര്യമുണ്ടായത്. നേന്ത്രവാഴകൾ എന്ന് പറഞ്ഞാൽ 200 രൂപയോളം ഒരു കർഷകനെ സംബന്ധിച്ച് ഒരാൾക്ക് ചിലവ് വരും. ഒരു വാഴയ്ക്ക് 200 രൂപയോളം ചിലവാണ്. കൂലി ചിലവ് കണക്ക് നോക്കും. വളത്തിൻ്റെയും അമിതമായ വിലപ്രയോഗ വളത്തിൻ്റെയും
അതോടൊപ്പം തന്നെ കൂലി ചിലവെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഉടമസ്ഥന് കൊടുക്കേണ്ട പണമൊക്കെ നോക്കിയാൽ 200 രൂപ ഒരു കർഷകന് ഒരു നേന്ത്രവാഴയ്ക്ക് ചിലവാകുന്ന ആ കൃഷിയാണ് ഇന്ന് നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത്. പകുതി മൂപ്പായി ആർക്കും ഉപയോഗത്തിന് പോലും പറ്റാത്ത വിധത്തിലുള്ള വാഴകളാണ് ഇപ്പം ജലത്തിൻ്റെ ദുരിതം മൂലം, ജലത്തിൻ്റെ ലഭ്യതക്കുറവ് മൂലവും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെയും പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ഒക്കെ ആളുകളുടെ അവഗണന മൂലവും നശിച്ചു പോകുന്നൊരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുന്നത്. ഞങ്ങൾക്ക് കർഷകരെ സംബന്ധിച്ച് പറയാനുള്ളത്, ഈ പ്രദേശത്തെ വരൾച്ച ദുരിതാശ്വാസ മേഖലയായി പ്രഖ്യാപിക്കണം. കർഷകരായ ഞങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാവണം. ഇവിടെ ഇൻഷുറൻസിൻ്റെ പരിരക്ഷയിലേക്ക് വരാത്ത നിരവധിയായുള്ള കൃഷിക്കാരുണ്ട്. അവരെയും ഈ ആനുകൂല്യം എന്തെങ്കിലും നൽകി സർക്കാർ അവരെയും കൈത്താങ്ങായി അവരുടെ കൂടെ നിൽക്കണമെന്നാണ് കർഷകർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലാതെ ആളുകൾ, പ്രായമായ ആളുകൾ, 10-85 വയസ്സ് പ്രായമുള്ള ആളുകൾ പോലും അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി അവർ ഈ കൃഷി ചെയ്യുന്ന സാഹചര്യമാണ്. ആ കൃഷിയാണ് ഈ മേഖലയിൽ നിന്ന് നശിച്ചു പോയിരിക്കുന്നത്. മുഴുവൻ ആളുകളും, കൃഷി ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാ ആളുകളും ഈ പ്രദേശത്ത് സന്ദർശിച്ച് കർഷകരുടെ കഷ്ടപ്പാടും ദുരിതവും നേരിൽ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രദേശം വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നും മതിയായ നഷ്ടപരിഹാരം ലഭിക്കാൻ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരിക്കുകയാണ്. കുറുങ്കോടുത്ത് താഴേക്കുനി കുഞ്ഞിക്കണ്ണൻ, പെരിക്കാമ്പൂയിൽ സുരേഷ്, നടുക്കണ്ടി നാരായണൻ, കെ രജീഷ്, കെ രാമകൃഷ്ണൻ, കുനിയിൽ ബഷീർ, മലയിൽ രാജൻ, മലയിൽ നാരായണൻ തുടങ്ങിയ കർഷകർക്കാണ് കൂടുതലായും കൃഷി നശിച്ചത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.